ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു സ്ലീവ് ഡിസൈനായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഗ്രീൻ കളർ ക്ലോത്തിൽ ഇതേപോലെ ഒരു വി ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ രീതിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സ്ലീവിലേക്ക് ചെയ്യുന്ന ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഷുഗർ ബീഡ്സും പിന്നെ നമുക്ക് ഗ്ലൂവും മാത്രം മതി, വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. ഇത് നല്ല ഗ്ലൂ ആണ്, നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ക്ലോത്തിലേക്ക് നമുക്ക് ഗ്ലൂ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഗ്ലൂ തേക്കുമ്പോൾ നന്നായിട്ട് തന്നെ തേക്കണം, പിശിക്കരുത്. കാരണം നിങ്ങൾ നല്ല ക്ലോത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫെയർ ആയിട്ട് തയ്ച്ചിടാനുള്ളതിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിന് പിശിക്കി കഴിഞ്ഞാൽ ഇത് ഒട്ടാനായിട്ട് ഇച്ചിരി പാടുവരും. അതുതന്നെയല്ല എല്ലാം നന്നായിട്ട് ഒട്ടി വരത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ചേച്ചപ്പം കുറഞ്ഞു പോയി, കുറച്ച് പിശുക്ക് കാണിച്ചു ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ നന്നായിട്ട് ഒട്ടി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വരുന്നൊരു ഫോൾട്ടാണത്. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഗ്ലൂ ആക്കിയതിന് ശേഷം, ഈ രീതിക്കല്ല നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മുത്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. വലിയ രീതിയിൽ പ്രസ് ചെയ്ത് തൂക്കുകയൊന്നും ചെയ്യരുത്. അപ്പം നമ്മുടെ മുത്ത് പശയായിട്ട് അങ്ങ് നന്നായിട്ട് രണ്ടും കൂടെ എന്നാ പറയുന്നത്, ഒന്ന് സിങ്കായിട്ട് വല്ലാണ്ടായി പോകും. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന്, ഞാനിപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നണത്. പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുള്ളൂ. അതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ മുത്ത് ബാക്കി ഒട്ടിയത് താഴേക്ക് വരും. അപ്പോൾ ഞാൻ ഗ്ലൂ തേച്ചതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കുക. അതിന് ശേഷം നമ്മൾ മുത്തിട്ട് കൊടുക്കുക. അന്നേരം നമ്മൾ കറക്റ്റായിട്ട് അവിടെ നന്നായിട്ട് സ്റ്റിക്ക് ആയിക്കോളും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തയ്ച്ചും കൊടുക്കാം. ഇപ്പോൾ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് തയ്ച്ച് കൊടുത്താൽ മതി. നമുക്ക് നമ്മൾ എത്ര ഒരു ഭാഗത്തേക്കാണോ നമ്മുടെ ഡിസൈൻ വേണ്ടത് ആ ഒരു സ്ഥലം നന്നായിട്ടൊന്ന് ഫില്ലാവുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കാണിക്കുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതേപോലെ ഇത് ഇളക്കി പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറേ നാളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിലും ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമുക്ക് ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കണം. നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേയേറെ സമയം അതിന് വേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലൂ ആക്കിയതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അതായത് നല്ല ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ ഗ്ലൂ ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഷുഗർ ബീഡ്സിന് പകരം നമുക്ക് ചെറിയ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ ബീഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കിട്ടാനായിട്ട് ഷുഗർ ബീഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഏത് മുത്താണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു മുത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ഓണത്തിൻ്റെയൊക്കെ നമ്മുടെ കസവ് സാരികളുടെയൊക്കെ കൊടുത്ത് നമ്മൾ ഗ്രീൻ കളർ ബ്ലൗസൊക്കെ യൂസ് ചെയ്യില്ല, അതിലേക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി അല്ലാണ്ട് ഞാൻ കാണിച്ച നമ്മുടെ തമ്പനയിലെ ഡ്രസ്സില്ലേ, അതേപോലെ അങ്ങനെയും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇൻ കേസ് ബ്ലൗസിനല്ല, കുർത്തിയുടെ സ്ലീവിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഈ ഒരു രീതിക്കാണെങ്കിൽ നന്നായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഗ്ലൂ ഒന്നാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് മുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യരുത്, ജസ്റ്റ് മുത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് താത്തി കൊടുക്കുക. അതിന് ശേഷം തട്ടി കൊടുക്കുക. ഇപ്പം ഞാനിപ്പം മേളിൽ ഗ്ലൂ ആക്കിയപ്പം അത്ര നന്നായില്ലാഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഗ്ലൂ ഒക്കെ ആക്കി മുത്തൊക്കെ ചെറുതായിട്ട് കുറേ സമയമെടുത്താണ് ഞാൻ ചെയ്തത്. വീഡിയോ നമ്മൾ വളരെ ചെറുതാക്കിയാണ് ഇട്ടേക്കണത്, പക്ഷേ എനിക്ക് നന്നായിട്ട് സമയമെടുത്തു. അത് ഞാൻ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ഒരു ഷേപ്പിന് വരുന്നതനുസരിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് വേറെ എന്തെങ്കിലും നല്ല കത്രികയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കയ്യിലേക്ക് പെട്ടെന്ന് ഇത് ഒട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഗ്ലൂ അങ്ങ് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഇത് ഈ രീതിക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. എന്തായാലും നല്ല രസമായിട്ട് കിട്ടിയിട്ടില്ല, ഇപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമായിട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.